ഹലോ മുത്തുകളെ സ്വത്തുക്കളെ കരളുകളെ കുരുകളെ പഞ്ചാര കുഞ്ചുകളെ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLCയിലെ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നൊക്കെ പറയുന്ന ബ്രെയിനിൻ്റെ പാർട്ടുകളില്ലേ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇത് പഠിക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക നഷ്ടമല്ല, യൂണിവേഴ്സൽ നഷ്ടം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, പോട്ടെ. എനിവേ, ചോദ്യം ഇതാണ്: സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ സെറിബ്രം. സെറിബ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെറിബ്രമാണ് മൈൻഡിലേക്ക് കൊണ്ടുവരണം. സെറിബ്രം എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം അല്ലേ? അല്ല, സെറിബ്രം എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഭാഗം, ദ ബിഗ്ഗസ്റ്റ് പാർട്ട് ഇൻ ദ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ. ചിന്താ, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവക്ക് സഹായിക്കുന്നു. ആണോ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? ആണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, എന്നാൽ ഇനി രണ്ടാമത്തേത് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നു. ആര്? സെറിബ്രം. ഒലക്കാണ്. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത് ആരാ? അത് സെറിബെല്ലം. ആരാണ്? സെറിബെല്ലം. അപ്പോൾ അതെന്ത് ചെയ്യാം? അത് തെറ്റിട്ട് കൊടുക്കാം. ഓക്കെ 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 എന്നാൽ ഇനി അടുത്തത് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു. ഈ ഇന്ദ്രിയാനുഭവങ്ങൾ സെൻസേഷൻ സാധ്യമാക്കുന്നത് സെറിബ്രമാണോ? ആണ്, സെറിബ്രമാണ്. അപ്പോൾ അതും നമ്മൾക്ക് എന്ത് ചെയ്യാം? ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ടിക്കറ്റ് എടുത്തു. യെസ്. ഇനി ലാസ്റ്റ് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് സെറിബ്രമാണോ? അല്ല, അതാരാ സഹായിക്കുന്നത്? അത് ഹൈപ്പോതലാമസ് ആണ് സഹായിക്കുന്നത്. അപ്പോൾ അതും തെറ്റി. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ എയും സിയുമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാവിധ നോളജുകളും എന്ത് ചെയ്യണം? നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. അത് പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുക? ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു സ്കീം പറഞ്ഞുതരാം. നോ ടെൻഷൻ, ഇതൊക്കെ ഭയം. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാനില്ല കൂടെ. എന്നാൽ ഞാൻ അടുത്ത ചോദ്യം, റീഡ്രോ ദ ഡയഗ്രാം. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചിത്രം പകർത്തി വരച്ച 1 മാർക്ക് കിട്ടും. ഇത് പകർത്തി വരക്കാത്തവൻ ലോകമണ്ടനല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ മണ്ടൻ. കാരണം വെറുതെ 1 മാർക്ക് കിട്ടുകയാണ്. അത് എന്തായാലും നിങ്ങൾ കോപ്പി അടിക്കാനും നിൽക്കരുത്. ഇതാണ് പകർത്തി വരക്കുക. 1 മാർക്ക് കിട്ടിയതാ, ഞാൻ പകർത്തി വരച്ചു 1 മാർക്ക്. ഓക്കെ, അൽഹംദുലില്ലാ, ഹൈർ, താങ്ക് യു. എന്നാൽ ഞാൻ അടുത്തത് ഇവിടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ, നല്ല പേര്, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, സെറിബെല്ലം, ഇവരൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു ചിത്രത്തിൽ കറക്റ്റ് അടയാളപ്പെടുത്തണം. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ട് കൊണ്ട് മാറിക്കണം. ഒരു മിനിറ്റ്. ഇവനെ തൽക്കാലം എന്ത് ചെയ്യാം? തൽക്കാലം നമുക്ക് തലാമസ് ആക്കാം. ഓ മാറ. ഓക്കെ, തലാമസ്. ഓക്കെ, പിന്നെ ഇവൻ ആരാണ്? ഇവൻ സെറിബെല്ലം. ഓക്കെ, അപ്പോൾ സെറിബെല്ലം, തലാമസ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഇവരെ 3 ആളെ എന്ത് ചെയ്യണം? കറക്റ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവരുടെ ഫംഗ്ഷനും കൂടി ജസ്റ്റ് എന്ത് ചെയ്യണം? ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇവരൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്യാം. അതിൽ എ ആരാണ്? എ മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റ എവിടെയെന്ന് ചോദിച്ചാൽ ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ ഒരു ദണ്ട് പോലെ ഒരു റോഡ് ഷേപ്പിൽ ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷൻ ഇതാണെന്ത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. എന്ത് കേറ്റ? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ അവിടെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. സിമ്പിളാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ അടുത്തത് ആരാണ്? അടുത്തത് ബി, തലാമസ് ആണ്. തലാമസ് എവിടെയാണ് എൻ്റെ പൊസിഷൻ? തലാമസിൻ്റെ പൊസിഷൻ തലയിലാണ്, അല്ലാതെ മൂട്ടിൽ അതിൻ്റെ പൊസിഷൻ ഉണ്ടാവും ഇല്ല. തലാമസിൻ്റെ പൊസിഷൻ സിമ്പിളാണ്, സെറിബ്രത്തിന് താഴെ. അതിന് സെറിബ്രം എവിടെ? എടാ ഈ മുകളിലുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് സെറിബ്രം. ആ സെറിബ്രത്തിന് തൊട്ടു താഴെ ഇവിടെയൊക്കെ ആയിട്ടാണ് ആര് കാണപ്പെടുക? തലാമസ് കാണപ്പെടുക. ആര് കാണപ്പെടുക? തലാമസ് കാണപ്പെടുക. അപ്പോൾ അതും കിട്ടി. എന്നാൽ ഞാൻ അടുത്തത് സെറിബെല്ലം. ഓ, ഒരു റൊമാൻറ്റിസിസ് ഉണ്ട്. സെറിബെല്ലം എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ടോ ഒരു ഇലയുടെ ആകൃതി, അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്ന ഷേപ്പ്, എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പ്. ഈ ചങ്ങായിയാണ് ആര്? സെറിബെല്ലം. നല്ല പേര്, സെറിബെല്ലം. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഫങ്ഷൻസ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? സംസാരിക്കാം. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അതായത് നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വേഗത്തിൽ സംസാരിക്കും കേട്ടോ. ആദ്യത്തെ സെറിബ്രത്തിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെറിബ്രം ബിഗ്ഗസ്റ്റ് പാർട്ട്. അതായത് മസ്തിഷ്കത്തിലെ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് ആര്? സെറിബ്രം. അപ്പോൾ സാർ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാ? അത് സെറിബെല്ലം. എന്താണ്? സെറിബെല്ലം. ഒന്ന് ശബ്ദം കുറച്ചിട്ട് പറയണം. സെറിബെല്ലം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അതാണ് ആര്? സെറിബെല്ലം, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. എന്നാൽ ഞാൻ അടുത്ത പ്രത്യേകത, സെറിബ്രത്തിൽ എന്തുണ്ടെന്ന് അറിയോ? സെറിബ്രത്തിൽ ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട്. അതേസമയം സെറിബെല്ലത്തിലാണെങ്കിൽ ചുളിവുകളും ചാലുകളാണ് കാണപ്പെടുന്നത്. എടാ, സെറിബ്രത്തില് ഫിഷേഴ്സും ഫോൾഡസും കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഫിഷേഴ്സും ഫോൾഡസും കാണപ്പെടുന്നു. അതേസമയം സെറിബെല്ലത്തിൽ എന്താണ്? ഫിഷേഴ്സും ഗ്രൂസും ആണ് കാണപ്പെടുന്നത്. ഇതെല്ലാം ഇപ്പോഴും
പല കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അതുകൊണ്ട് ഒരു സ്കീം പറഞ്ഞുതരാം. അതായത് 2F വന്നാൽ സെറിബ്രം, 2F വന്നാൽ സെറിബ്രം, അങ്ങനെ പറ എൻ്റെ കൂടെ പറ. 2F വന്നാൽ സെറിബ്രം, എഫും ജിയും വന്നാൽ സെറിബെല്ലം, എഫും ജിയും വന്നാൽ സെറിബെല്ലം. 2F വന്നാൽ സെറിബ്രം, എഫും ജിയും വന്നാൽ സെറിബെല്ലം, 2F വന്നാൽ സെറിബ്രം, എഫും ജിയും വന്നാൽ സെറിബെല്ലം. അപ്പോൾ ഫിഷേഴ്സും ഫോൾഡേഴ്സും സെറിബ്രം, ഫിഷേഴ്സും ഗ്രൂവ്സും സെറിബെല്ലം, എഫും ജിയും സെറിബെല്ലം. അപ്പോൾ 2F വന്നാൽ സെറിബ്രം, എഫും ജിയും വന്നാൽ സെറിബെല്ലം. അപ്പം ഞാൻ അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. ഇനി അടുത്തത് സെറിബ്രത്തിൻ്റെ പുറം ഭാഗം കോർട്ടക്സ്, സെറിബ്രത്തിൻ്റെ ഉൾഭാഗം എന്താണ്? മെഡുല്ല. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, പുറം ഭാഗം എപ്പോഴും കോർട്ടക്സ് ആയിരിക്കും, ഉൾഭാഗം എപ്പോഴും എന്തായിരിക്കും? മെഡുല്ല ആയിരിക്കും. ഇനി അടുത്തത് സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻസ് ആണ്. സെറിബ്രത്തിന് 3 ഫംഗ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഫംഗ്ഷൻസ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ. അതായത് ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ. ഒക്കെ പെൺകുട്ടികളെ പേരാ, സിമ്പിളായിട്ട് പഠിക്കാം. ചിന്ത, ഭാവന, ഓർമ്മ. അല്ല ഭാവന ഓർമ്മ അല്ലല്ലേ? ഓക്കെ. അപ്പോൾ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. അത് നമ്മൾക്കിതാ ഇങ്ങനൊരു കോഡുണ്ട്. ടീമി എന്നാലോചിക്കുക. എന്താ ആലോചിക്കേണ്ടത്? ടീമി. ഫസ്റ്റ് ടി എന്താ? തോട്ട്. പിന്നെ ഐ എന്താ? ഇൻ്റലിജൻസ്. എം എന്താ? മെമ്മറി. ഐ എന്താ? ഇമാജിനേഷൻ. ഓക്കെ. അപ്പോൾ തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, ടീമി സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. പിന്നെ ഇവോക്ക് സെൻസേഷൻ, അതായത് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാനുഭവങ്ങൾ. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, പിന്നെ തൊട്ടാൽ അറിയുന്നു. ഇതാണ് സെൻസേഷൻ അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങൾ. അത് സാധ്യമാക്കുന്ന ആരാണ്? സെറിബ്രമാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കൺട്രോൾസ്, വോളണ്ടറി മൂവ്മെൻറ്റ്, ഐച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഞാൻ ഈ മൗസ് ഇവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചു, ഈ ഒരു പ്രവർത്തനം. ഞാൻ ഈ റിമോട്ട്, എസിൻ്റെ റിമോട്ട് എടുക്കാൻ വിചാരിച്ചു, ഈ പ്രവർത്തനം. ഞാൻ കൈ പൊക്കാൻ തീരുമാനിച്ചു, കൈ താത്താൻ തീരുമാനിച്ചു, മുടി ഇങ്ങനെ ചീകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഐച്ഛിക പ്രവർത്തനങ്ങൾ, വോളണ്ടറി മൂവ്മെൻറ്റുകൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ സെറിബ്രമാണ്. ആരാണ്? സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻസ് പഠിച്ചല്ലോ. എന്നാൽ അവിടെ തന്നെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. വോളണ്ടറി മൂവ്മെൻറ്റ് മൊത്തം നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്ന പരിപാടികൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. അങ്ങനെയെങ്കിൽ വോളണ്ടറി മൂവ്മെൻറ്റ് അല്ലാത്ത ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്, നമ്മൾ ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റ് നമ്മളെ കൺട്രോളിലാണോ? അല്ല. നമ്മൾ പറയണം ഒരു 5 മിനിറ്റിൻ്റെ ഹൃദയം റെസ്റ്റ് എടുക്കൂ, എന്നാൽ പിന്നെ കാലാകാല റെസ്റ്റ് കാരണം അതില്ല. അപ്പോൾ ഹൃദയമിടിപ്പ്, ശ്വാസം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇതങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. ഈ പരിപാടികൾ, അതായത് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ഇൻവോളണ്ടറി ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, അതായത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. മണ്ണാങ്കട്ടല്ല, ഒബ്ലാങ്കേറ്റ. എന്ത് ഗേറ്റ? ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങൾ സെറിബ്രം, അനൈച്ഛിക പ്രവർത്തനങ്ങൾ മെഡുല്ല ഒബ്ലാങ്കേറ്റ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മെഡുല്ല ഒബ്ലാങ്കേറ്റിൻ്റെ ഷേപ്പ് എന്ത് ഷേപ്പാണ്? റോഡ് ഷേപ്പാണ്. ഇനി നമ്മളിവിടെ വിട്ടുപോയത് സെറിബെല്ലത്തിനെ കുറിച്ചാണ്. സെറിബെല്ലം രണ്ടാമത്തെ വലിയ ഭാഗമാണ്. പിന്നെ എഫും ജിയും വന്നാൽ സെറിബെല്ലം, അതായത് ഫിഷേഴ്സും ഗ്രൂവ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ബോഡി ബാലൻസിങ്, ശരീര തുലനത്തിന് സഹായിക്കുന്നു ആര്? സെറിബെല്ലം. സെറിബെല്ലത്തിൽ എല്ലുണ്ട്, ബോഡി ബാലൻസിങ്ങിലും എല്ലുണ്ട്. സെറിബെല്ലത്തിലും എല്ലുണ്ട്, ബോഡി ബാലൻസിങ്ങിലും എല്ലുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത് ആരാണ്? സെറിബെല്ലം. ഈ കള്ള് കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ബോഡി ബാലൻസ് ഒക്കെ നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ പോകും. കാരണം എന്താണെന്നറിയോ? ഓരോ സെറിബെല്ലത്തിനെയാണ് അത് ബാധിക്കുക. വെറുതെ ഒന്ന് പഠിച്ചു വെച്ചോളൂ, അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. ഇനി അടുത്തത് തലാമസ്. തലാമസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്നു ആര്? തലാമസ്. ഈ തലാമസിന് താഴെ വേറെ ആൾ കാണപ്പെടുന്നു ആര്? ഹൈപ്പോ തലാമസ്. സിമ്പിൾ, രണ്ടൊപ്പം പഠിക്കാം. സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിന് താഴെയാണ് തലാമസ്. എന്നാൽ ഇനി കേട്ടോളി, സിറ്റുവേറ്റഡ് ബിലോ ദ തലാമസ്, തലാമസിന് താഴെ ആയിരിക്കും ആര്? ഹൈപ്പോ തലാമസ്. തലാമസിൻ്റെ അനിയനാണ് ആര്? ഹൈപ്പോ തലാമസ്. അത് അവിടുന്ന് പഠിച്ചു വെക്കുക. ഇനി തലാമസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നു. എന്ത് സ്റ്റേഷൻ? റിലേ സ്റ്റേഷൻ. എന്ത് സ്റ്റേഷൻ? റിലേ സ്റ്റേഷൻ. അത് ഞങ്ങൾ എപ്പോഴും മാറും സാർ, എപ്പോഴും മറക്കും സാർ. തലാമസ് റിലേ സ്റ്റേഷൻ, തലാമസ് റിലേ സ്റ്റേഷൻ. തലക്കൊരു അടിയാണ് കിട്ടിയെന്നാണ് വിചാരിക്കുക, റിലാണ് പോകും ഇല്ലേ? കിളിയാണ് പോകും. നല്ല തല്ലിയാൽ മതിയായിരുന്നു. ഓക്കെ, തലക്കൊരു അടി കിട്ടിയാൽ റിലേ പോകും. അപ്പോൾ തലാമസ് റിലേ സ്റ്റേഷൻ. സിമ്പിൾ, അങ്ങനെ കണക്ട് ചെയ്യുക. തലാമസ് റിലേ സ്റ്റേഷൻ, തലക്കൊരു അടി കിട്ടിയാൽ റിലേ പോകും. അപ്പോൾ തലാമസ് റിലേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അല്ല. ഓക്കെ, അപ്പോൾ മലയാളികൾ അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ഓക്കെ, ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണെന്ത്? തലാമസിൻ്റെ ഫംഗ്ഷൻ. അത് റിലേ സ്റ്റേഷൻ്റെ ഇംഗ്ലീഷ് ആട്ടോ, സോറി മലയാളമാണ്. അപ്പോൾ മലയാളം മീഡിയം എങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് ആര് ആക്ട് ചെയ്യുന്നു? തലാമസ് ആക്ട് ചെയ്യുന്നു. പുനഃപ്രസരണം, പ്രസവം, പ്രസവിക്കുമ്പോൾ എന്ത് കിട്ടും? പുതിയൊരു തല കിട്ടും ഇല്ലേ? അപ്പോൾ തലാമസ് പ്രസരണ കേന്ദ്രം, തലാമസ് പ്രസരണ കേന്ദ്രം. ഇനി ലാസ്റ്റത്തത് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എന്തിനു സഹായിക്കുന്നു? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നു. അതായത് ഹൈപ്പോ തലാമസ് ഹോമിയോസ്റ്റാസിസിന് സഹായിക്കുന്നു. എന്തിനു സഹായിക്കുന്നു? ഹോമിയോസ്റ്റാസിസ്. അതെങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ സിമ്പിളാണ്, ഇത് അത്രേ ഉള്ളൂ. ഹൈപ്പോ തലാമസിൽ എച്ച് ഉണ്ട്. ഒരു മിനിറ്റ്.
ഓക്കെ. ഹൈപ്പോതലാമസിൽ എന്തുണ്ട്? എച്ച് ഉണ്ട്. ഹോമിയോസ്റ്റാസിസിലും എന്തുണ്ട്? എച്ച് ഉണ്ട്. ഹോമിയോസ്റ്റാസിസിലും എച്ച് ഉണ്ട്. അപ്പോൾ എച്ച് വെച്ച് കണക്ട് ചെയ്യുക. ഹൈപ്പോതലാമസിൽ എച്ച് ഉണ്ട്, ഹോമിയോസ്റ്റാസിസിലും എച്ച് ഉണ്ട്. എച്ച്. അപ്പോൾ ഹൈപ്പോതലാമസ് ഹോമിയോസ്റ്റാസിസിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ്. ഇനി മലയാളം മീഡിയം ഇങ്ങനെ കണക്ട് ചെയ്യുക. ആഹാ, ഓഹോ, ആദകചക്ക, ഉദകചക്ക, ആഹാ, ആഹാ. അപ്പോൾ എന്താ? ആ ആന്തര സമസ്ഥിതി പാലനം. ആന്തര സമസ്ഥിതി പാലനം. ഓക്കെ. എന്നാൽ ഇനി ഹ എന്താണെന്നറിയോ? ഹൈപ്പോതലാമസ് ഇങ്ങനെ കണക്ട് ചെയ്യുക മലയാളം മീഡിയം. ഓക്കെ. അപ്പോൾ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നവരാണ് ഹൈപ്പോതലാമസ്, അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിന് സഹായിക്കുന്നവരാണ് ഹൈപ്പോതലാമസ്. അതങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻസ് കറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളൊക്കെ പറഞ്ഞു തന്നു. ഇനി ഇത് വൃത്തിക്ക് പഠിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ഞാനൊരു ചോദ്യം, വെറുതെ ചുമ്മാ ഒരു ചോദ്യം കേട്ടോ, അതായത് മെമ്മറിക്ക് സഹായിക്കുന്നത് ഓർമ്മക്ക് സഹായിക്കുന്നത് ആര്? അത് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. മെമ്മറിക്ക് സഹായിക്കുന്നത് സെറിബ്രമാണോ, സെറിബെല്ലമാണോ, മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണോ, ഹൈപ്പോതലാമസ് ആണോ, തലാമസ് ആണോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പുണ്യം കിട്ടട്ടെ. ഓക്കെ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും A+ കിട്ടട്ടെ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എന്തോ ഒരു സാധനം ഞാൻ തപ്പിയിരുന്നു, അത് പോട്ടെ. അപ്പോൾ എനിവേ, ഓക്കെ, ഗുഡ് ബൈ, ലവ് യു, സ്വീറ്റ് ഡ്രീംസ്.